കുറെ നേരമല്ല ഇവിടെ തന്നെ നിൽക്കുന്നു. എന്താ പ്രശ്നം? അത് ചേച്ചി, കണക്കിൽ ചെറിയൊരു പ്രശ്നം. ഒരു 5100 രൂപയുടെ കുറവുണ്ട്. നീ എണ്ണിയതിന്റെ കുഴപ്പമായിരിക്കും. ഒന്നുകൂടി എണ്ണി നോക്ക്. പല പ്രാവശ്യം നോക്കി, ഓരോ ബില്ലായിട്ട് ചെക്ക് ചെയ്തു. ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും ശരിയാവുന്നില്ല. 5100 രൂപയുടെ കുറവുണ്ട്. ഇനി അച്ഛനും അമൃതേച്ചും എടുത്തു കാണുമോ? അച്ഛൻ ഇവിടുന്ന് പൈസ എടുത്തിട്ടില്ല. അമൃതേച്ചി 1 രൂപ എടുത്താൽ പോലും എഴുതി വെക്കും. എഴുതി വെച്ചിരിക്കുന്ന കണക്കൊക്കെ ഞാൻ നോക്കി. ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരാം. പക്ഷെ 5100 രൂപ എന്ന് പറയുന്നത് ചെറുതല്ലല്ലോ. കാശ് പിന്നെ എവിടെ പോയി? ചേച്ചി ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ലാപ്ടോപ്പിലെ CCTV വിഷ്വൽസ് നോക്കാലോ. ഇന്നത്തോടെ അനന്തകൃഷ്ണന്റെ കള്ളത്തരം പിടിക്കപ്പെടും. അങ്ങനെ അനന്തകൃഷ്ണൻ പഞ്ചരക്തത്തിൽ നിന്ന് പുറത്ത്. ചേച്ചി, കൃഷ്ണേട്ടൻ. നോക്ക്, കൃഷ്ണേട്ടൻ ഇവിടുന്ന് പൈസ എടുക്കുന്നു. നീ ചേച്ചിയെ വിളിക്ക്. ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടെന്ന് ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ചെല്ല്, ചേച്ചിയെ വിളിക്ക്. എന്താ മോളെ, എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. അതിനിടയിലാണോ നിന്റെ ലാപ്ടോപ്പ് നോക്കുന്നേ? കാണാൻ പോകുന്നത് എന്താണെന്ന് അറിയുമ്പോ ചേച്ചി ഞെട്ടും. നോക്ക്. ഈശ്വര, കൃഷ്ണേട്ടനോ? അഭിയേട്ടൻ അന്നേ പറഞ്ഞതല്ലേ സൂക്ഷിക്കണമെന്ന്. ഇപ്പൊ മനസ്സിലായോ ചേച്ചിക്ക്? ചെയ്യേണ്ടത് എന്താന്ന് എനിക്കറിയാം. എവിടെ കൃഷ്ണേട്ടൻ? കുറച്ചു മുൻപ് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ആഹാ, ഇവിടെ നിപ്പുണ്ടായിരുന്നോ? എന്താ ഒളിച്ചു നിൽക്കാണോ? കൃഷ്ണേട്ടന്റെ അടുത്തുനിന്ന് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ മോളെ? ഒരുപാട് അങ്ങ് അഭിനയിക്കല്ലേ. ചെയ്തു കൂട്ടിയതൊക്കെ ഞാൻ കണ്ടു. എന്ത്? കൃഷ്ണേട്ടൻ കൗണ്ടറിൽ നിന്ന് കാശെടുത്തോ? കൗണ്ടറിൽ നിന്നോ? അതെന്തിനാ കൗണ്ടറിൽ നിന്ന് ഞാൻ കാശ് എടുക്കുന്നത്? എന്നിട്ട് ഞാൻ CCTV കണ്ടതോ? കഷ്ടമാണ് കൃഷ്ണേട്ടാ. എന്റെ സ്വന്തം ഒരാളെ പോലെ ഞാൻ കരുതിയത്. ഇങ്ങനൊരു വൃത്തിയേട് കൃഷ്ണേട്ടന്റെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ മോളെ? മിണ്ടരുത്. മേലാൽ എന്നെ മോളെന്ന് വിളിക്കുകയും ചെയ്യരുത്. ഈ നിമിഷം ഇറങ്ങണം പഞ്ചരത്നത്തിന്ന്. ഞാൻ എവിടെ പോവും? നിങ്ങൾ എവിടെയെങ്കിലും പോയി തൊലേ. നിങ്ങൾ എനിക്ക് കാണണ്ട. പോ. എന്താ മോളെ, എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. അതിനിടയിലാണോ നിന്റെ ലാപ്ടോപ്പ് നോക്കുന്നേ? കാണാൻ പോകുന്നത് എന്താണെന്ന് അറിയുമ്പോ ചേച്ചി ഞെട്ടും. നോക്ക്. ഇതിനിപ്പോ എന്താ പ്രശ്നം? 5100 രൂപ കണക്കിൽ കാണാനില്ല. കൃഷ്ണേട്ടൻ കൗണ്ടറിൽ നിന്ന് പണം എടുത്തിട്ടുമുണ്ട്. അതിനിപ്പോ എന്താ? എന്തെങ്കിലും ആവശ്യം വന്നാണോ? ഇതാണോ ഇപ്പൊ അത്ര വലിയ കാര്യം? എന്നാലും ചോദിക്കാതെ. കൃഷ്ണേട്ടൻ ഇവിടെ വന്നിട്ട് നാളെത്രേ? ഇതുവരെ ഒരു ചില്ലിക്കാശ് പ്രതിഫലം വാങ്ങിയിട്ടുണ്ടോ? ഇപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കാണും. 5500 രൂപയാണോ ഇത്ര വലിയ കാര്യം? എന്നാലും എന്നാലും ഇല്ല. 1 രൂപ കൂലി വാങ്ങാതെ ജീവിതകാലം മുഴുവൻ കൃഷ്ണേട്ടൻ ഇവിടെ ജോലി ചെയ്യുന്നാണോ നിങ്ങൾ കരുതിയേ? ഒന്ന് പോയേ.
കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.